മക്കളെ, സ്നേഹാവസാണ് ഹിന്ദിയാണ് എടുക്കുന്നത്. വരും നമുക്ക് കുറച്ചു നേരം ഹിന്ദി പഠിക്കാം. അപ്പോൾ നമ്മുടെ സീനിയേഴ്സിൻ്റെ റിസൾട്ടൊക്കെ വന്ന സമയത്ത് മക്കൾക്ക് മനസ്സിലായിട്ടുണ്ടാവും 10ാം ക്ലാസ് എന്ന് പറയുന്നത് ഇനി ഒരു നടക്കി പോകുന്ന സംഭവമല്ല. നന്നായിട്ട് പഠിച്ച ആൾക്കാർക്ക് മാത്രമേ എന്ത് കിട്ടുള്ളൂ, ഫുൾ A+ കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. അല്ലാത്ത ആൾക്കാരുടെ കാര്യത്തിലൊക്കെ എന്തായിരിക്കും, ഒരു തീരുമാനമാവും അല്ലേ. അപ്പോൾ നന്നായിട്ട് ഫസ്റ്റ് തൊട്ട് തന്നെ എന്ത് ചെയ്യണം, എൻ്റെ മക്കൾ പഠിച്ചു തുടങ്ങണം. അപ്പോൾ ഈ ഹിന്ദി ആണെങ്കിലും ഏത് സബ്ജക്റ്റ് ആണെങ്കിലും ഇതേ നന്നായിട്ട് ബോധവും വിവരമൊക്കെ ആയിട്ട് എന്ത് ചെയ്തോളാം, നന്നായിട്ട് പഠിക്കുക കേട്ടോ. ഓക്കെ, അതൊന്നും അല്ല നമ്മൾ പറയാൻ പോകുന്നത്. നമ്മൾ ആദ്യത്തെ നമ്മുടെ ചാപ്റ്റർ ഖിഡ്കി എന്ന് പറയുന്നത് സൂപ്പറായി സെറ്റായിട്ട് അതിൻ്റെ കാര്യത്തിൽ ഒരു സെറ്റിൽമെൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടാവും അല്ലേ. നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. അതിലത്തെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ എന്താണ് ഏകദേശം സെറ്റാക്കി വെച്ചിട്ടുണ്ടാവും. ഇനി അടുത്തത് നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, നമ്മളൊരു കുഞ്ഞി കവിത പോലത്തെ എന്തോ ഒരു സംഭവങ്ങൾ കണ്ടിട്ടുണ്ട് അല്ലേ. ജിന്ദഗി കാ സഫർ എന്ന് പറയുന്ന പാഠമായിരുന്നു നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അതിൽ തന്നെ നോക്കിക്കുക, എന്താണ് ഹൈക്കു. ഹൈക്കു എന്ന് പറഞ്ഞ ഒരു പുതിയൊരു സാധനത്തിന് നിങ്ങൾ കാണുന്നുണ്ടാവും. എന്താണ് ഈ ഹൈക്കു എന്ന് പറഞ്ഞാൽ? ഓക്കെ, അത് ഹൈക്കു എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ ചൈനീസ്, ജപ്പാൻ, കൊറിയൻ, ജപ്പാനിൽ ഉണ്ടായിട്ടുള്ള ഒരു സാധനമാണ് ഈ ഹൈക്കു എന്ന് പറയുന്നത്. കവിതയാണോ മിസ്സേ എന്ന് ചോദിച്ചാൽ കവിതയല്ല. ഈ കവിതയല്ലേന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് കവിതയാണ്. അങ്ങനത്തെ ഒരു പ്രത്യേക ടൈപ്പ് സാധനമാണ് ഈ ഹൈക്കു എന്ന് പറയുന്നത്. അതായത് ഇതിന് 3 ലൈനേ ഉണ്ടാവുള്ളൂ. 3 ലൈനേ ഈ ഒരു കവിതയിൽ ഉണ്ടാവുള്ളൂ. കവിത പോലെ ഒരു കുഞ്ഞു സംഭവമാണ് കേട്ടോ. 3 ലൈൻസ് ഉള്ള ഒരു കവിത പോലുള്ളൊരു സംഭവം. പക്ഷെ 3000 അർത്ഥം അതിനുണ്ടാകും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഒരു കുഞ്ഞു സാധനം പറഞ്ഞിട്ടുണ്ടല്ലോ, നമുക്ക് എങ്ങനെ വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഇത് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതിനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കണം. നിങ്ങൾക്ക് എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് പറയുവാണെങ്കിൽ നമ്മുടെ ഈ പാഠഭാഗത്തിൽ നിന്ന് നമുക്ക് പ്രത്യേകിച്ച് ആശയമായിരിക്കും ചോദിക്കുന്നുണ്ടാവുക. കവിതയുടെ ആശയം പോലെ ഒന്നും ഭീകരമായിട്ടൊന്നും ചോദിക്കില്ലെങ്കിലും 2 മാർക്കിനൊക്കെ നമ്മുടെ ഹൈക്കോടെ എന്താണ് ആശയം ചോദിക്കാൻ വേണ്ടി ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ ഹൈക്കോയിലെ ഓരോ വാക്കുകൾ എടുത്തിട്ട് അതിൻ്റെ അർത്ഥം ചോദിക്കുക, പിന്നെ വേറെ ഏതെങ്കിലും 1 വേർഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക. ഇതൊക്കെയാണ് ഈ ഹൈക്കോയിൽ നിന്നും വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻ പരിപാടികൾ എന്ന് പറയുന്നത്. അപ്പോൾ നോക്കാം എന്താണ് ഈ ഹൈക്കു എന്നുള്ളത് കൃത്യമായിട്ട് എൻ്റെ മക്കൾ മനസ്സിലാക്കിയിട്ടുണ്ടാവണം. ഓക്കെ, ഹൈക്കു എന്ന് പറയുന്നത് ജാപ്പനീസ് കവിതയുടെ ഒരു പാരമ്പര്യമായിട്ടുള്ള ഒരു രൂപമാണ്. ഈ ട്രഡീഷണൽ ഫോം ഓഫ് ജാപ്പനീസ് പോയട്രി ആണ്. അതിൽ 3 ലൈൻസേ ഉണ്ടാവുള്ളൂ. 3 ലൈൻസ് ആയിരിക്കും ഉണ്ടാവുന്നത്. അതേപോലെ തന്നെ നമ്മൾ ഈ ലൈൻസ് ഒന്ന് നോക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, ആദ്യത്തെ വരിയിൽ 5 സിലബിൾസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ 5 അക്ഷരങ്ങളായിരിക്കും ഉണ്ടാവുക. രണ്ടാമത്തെ വരിയിൽ 7 അക്ഷരങ്ങളായിരിക്കും ഉണ്ടാവുക. മൂന്നാമത്തെ വരിയിൽ 5 അക്ഷരങ്ങളായിരിക്കും ഉണ്ടാവുക. 5, 7, 5. വെറുതെ ഒന്ന് ആ ടെക്സ്റ്റ് ബുക്ക് തുറന്ന് നോക്കിയാൽ മതി. ഒന്ന് കറക്റ്റ് അതേപോലെ തന്നെ കറക്റ്റ് 5 എണ്ണം ആയിരിക്കും ആദ്യം, പിന്നെ 7 എണ്ണം ആയിരിക്കും, പിന്നെ 5 എണ്ണം. അങ്ങനെ കൃത്യമായിട്ടുള്ള ഒരു കണക്കൊക്കെ ഉണ്ട്. വെറുതെ ഒന്നും ഈ ഹൈക്കു എഴുതാൻ പറ്റൂല. പിന്നെ അതുമല്ല, നമ്മുടെ ഇന്ത്യയിൽ അധികം എഴുതാറില്ല. നമ്മൾ ഇന്ത്യയിൽ വന്നിട്ടുള്ള ജപ്പാനിൽ വന്നിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ അത്. പിന്നീടാണ് നമ്മൾ എഴുതാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കറക്റ്റ് വരിയും നോക്കണം, അർത്ഥം നോക്കണം, 3000 അർത്ഥം നമുക്ക് അതൊന്ന് കിട്ടണം. അങ്ങനത്തെ ഒരു ഒന്നൊന്നര സാധനമാണ് ഹൈക്കു എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യത്തെ നമ്മുടെ ഹൈക്കു അങ്ങ് പരിചയപ്പെടാം. 3 ഹൈക്കു ആണ് നമുക്ക് ടോട്ടലായിട്ട് പഠിക്കാനുണ്ടായിരുന്നത്. ഹൈക്കു ആരാണ് എഴുതിയതെന്ന് കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടാവണം. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തലതിരിഞ്ഞു പോവും, നിങ്ങൾ മറന്നു പോവും. അതുകൊണ്ട് എഴുതിയ ആളുടെ പേര് എഴുതിയാൽ തന്നെ നമുക്ക് പകുതി മാർക്കാണ്. അതുകൊണ്ട് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. സുരംഗമ യാദവ് എഴുതിയിട്ടുള്ള ആദ്യത്തെ ഹൈക്കു ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഹൈക്കുവിന് പ്രത്യേകിച്ച് ഹെഡിങ് ഒന്നിട്ടുള്ള സംഭവമൊന്നുമില്ല. ആകെ 3 ലൈനേ ഉള്ളൂ. ഇനിയിപ്പോൾ അതിൽ ഹെഡിങ് കൂടി വന്ന പ്രശ്നമല്ലേ. അപ്പോൾ നോക്കാം, ഒന്ന് വായിച്ചേക്കാവേ. നോക്കാം, സൂഖായാബാഡ് സാഹബ് കെ ആംഗൻ സദാ ഫുഹാർ. സൂപ്പർ ആയിട്ടുള്ള ഒരു ഹൈക്കു ആണ് പറയുന്നത് കേട്ടോ. ആദ്യം ഞാൻ എന്ത് ചെയ്യാം, കൃത്യമായിട്ട് മലയാളത്തിൽ എഴുതി തരാം. അപ്പോൾ ഹൈക്കുവിൻ്റെ അർത്ഥം പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാൻ പറ്റും, സൂപ്പറായിട്ട് എഴുതാൻ വേണ്ടി പറ്റും. അതാണ് ഇതിൻ്റെ പ്രത്യേകത കേട്ടോ. സൂഖ വെച്ചെന്താണ്, വരൾച്ചയാണ് കേട്ടോ. നമ്മൾ വരൾച്ചയ്ക്കാണ് എന്ത് പറയുന്നത്, സൂഖ എന്ന് പറയുന്നത്. വരൾച്ച കേട്ടോ, വരൾച്ചയോ അല്ലെങ്കിൽ ഭാഡ് വെച്ചെന്താണ്, പ്രളയമോ. വരൾച്ചയാവട്ടെ അല്ലെങ്കിൽ പ്രളയമാവട്ടെ. വരൾച്ച എന്ന് വെച്ചാൽ മക്കൾക്ക് എന്താ അറിയാം അല്ലേ, വെള്ളം ഇല്ലാത്ത അവസ്ഥയാണ്. പ്രളയം എന്ന് വെച്ചാൽ എന്താണ്, വെള്ളം കൂടിയ അവസ്ഥയാണ്. പ്രളയം അറിയാത്ത മലയാളികളൊന്നും ഈ കേരളത്തിൽ ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം. അപ്പോൾ എന്താണ്, ഈ വരൾച്ചയായാലും അല്ലെങ്കിൽ പ്രളയമായാലും നോക്കണേ. സാഹബ് കെ ആങ്കൻ, സാഹബ് മീൻസ് എന്താണ് ഉദ്ദേശിച്ചുള്ളത്, സാഹബ് എന്ന് വെച്ചാൽ നമ്മൾ റിച്ച് ടീംസിനെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതായത് റിച്ച് മീൻസ് എന്താ ഉദ്ദേശിച്ചത്, നല്ല പവറും പിന്നെന്താണ് നല്ല മണിയും, മണിക്ക് മണി, പിന്നെ പവറിന് പവർ, എല്ലാവിധ സൗകര്യങ്ങളും സന്തോഷങ്ങളും ഉള്ള മനുഷ്യന്മാരെയാണ് നമ്മൾ സാഹബ് എന്ന് പറയുന്നത് കേട്ടോ. ഇവിടെ സാഹബ് ഒരു അംബാനി വൈബ് നിങ്ങൾ ആലോചിച്ചോളൂ. അംബാനി വൈബുള്ള ടീംസിനെയാണ് നമ്മൾ സാഹബ് എന്ന് പറയുന്നത് കേട്ടോ. സാഹബിൻ്റെ ആങ്കൻ നോക്കാം, ഞാൻ ഇങ്ങനെ എഴുതാം കേട്ടോ. സാഹബിൻ്റെ ആങ്കൻ എന്ന് വെച്ചാൽ എന്താണ്, മുറ്റത്ത്
എന്തായിരിക്കുന്ന പറഞ്ഞത്? സദാ ഫുഹാർ. സദാ സദാ നമ്മൾ മലയാളത്തിൽ പറയുന്ന വാക്കാണ്, എപ്പോഴും എന്നുള്ള അർത്ഥം കേട്ടോ. എപ്പോഴും എന്തായിരിക്കുന്ന പറയുന്നത്? ഫുഹാർ ആയിരിക്കും. ഫുഹാറാണ് ഇവിടുത്തെ മെയിൻ ആള്. ഫുഹാർ എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ നേർത്ത വെള്ളത്തുള്ളികൾക്കാണ് നമ്മൾ ഫുഹാർ എന്ന് പറയുന്നത്. നമ്മൾ എന്താണ്, ചാറ്റൽ മഴയ്ക്ക് നമ്മൾ ചില സമയം ഫുഹാർ എന്ന് പറയാറുണ്ട്. ഷവറിന് നമ്മൾ ഫുഹാർ എന്ന് പറയാറുണ്ട്. പിന്നെ അതേപോലെ തന്നെ സ്പ്രേ, അത്രയ്ക്കും തുള്ളിത്തുള്ളിയായിട്ടുള്ള വെള്ളം, ഒരുപാട് വെള്ളമാണോ അല്ല, ചെറുതായിട്ടുള്ള വെള്ളത്തിന് നമ്മൾ പറയുന്നത് കേട്ടോ. അപ്പം നേർത്ത വെള്ളത്തുള്ളി എന്ന് പറയട്ടെ, നമുക്ക് നേർത്ത വെള്ളത്തുള്ളി ഉണ്ടാകും എന്നുള്ളതാണ്. ഓക്കെ, എന്താണ് ഇത് ഉദ്ദേശിച്ചത്? നന്നായിട്ട് ശ്രദ്ധിച്ചോളൂ കേട്ടോ. വരൾച്ചയാണെന്ന് വിചാരിക്കുക. വരൾച്ചയുടെ സമയത്ത് നമ്മുടെ സാഹബിൻ്റെ, അതായത് അംബാനി വൈബുള്ള നമ്മുടെ റിച്ച് ടീംസിൻ്റെ വീട്ടിൽ എന്തായിരിക്കും ഉണ്ടാവുക? വെള്ളത്തുള്ളി ഉണ്ടാവും. അതായത് അവർക്ക് വെള്ളം കിട്ടും, ഈ ഒരു വെള്ളം കിട്ടുന്ന അവസ്ഥ ഉണ്ടാവും. ഇനിയിപ്പോൾ പ്രളയത്തിൻ്റെ സമയത്ത് സാഹബിൻ്റെ വീട്ടിൽ കുറേ വെള്ളം ഉണ്ടാവോ? ഇല്ല, വെള്ളത്തുള്ളിയേ ഉണ്ടാവുള്ളൂ. അതാണ് അതിൻ്റെ ഒരു വ്യത്യാസം കേട്ടോ. അപ്പോൾ ആ വെള്ളത്തുള്ളി, നേർത്ത വെള്ളത്തുള്ളി അല്ലെങ്കിൽ നേർത്ത മഴ എന്ന് പറയുന്ന സമയത്ത് ഉദ്ദേശിക്കുന്നത് വരൾച്ചയിൽ സാഹബിന് വെള്ളം കിട്ടും, പ്രളയം ഉണ്ടാവുന്ന സമയത്ത് വെള്ളം കുറച്ചേ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഒരു സംഭവമാണ്. അപ്പോൾ ഓക്കെ, ഇത് നമുക്ക് ആദ്യം ഇതിൻ്റെ അർത്ഥം, ഇതിൻ്റെ എന്താണ് ഈ ട്രാൻസ്ലേഷൻ പറയുന്നത്, സാധാരണ അർത്ഥം വേർഡ് ടു വേർഡ് ട്രാൻസ്ലേഷൻ പറയുന്നത് ഇതാണ്. നോക്കുക, വരൾച്ചയിലോ പ്രളയത്തിലോ, സൂഖയാവട്ടെ ഭാടാവട്ടെ, സാഹബിൻ്റെ ആങ്കനിൽ എപ്പോഴും എന്തായിരിക്കും? സദാ ഫുഹാർ ആയിരിക്കും. ഫുഹാർ, നേരത്തെ വെള്ളത്തുള്ളികൾ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ്. ഇനി വേറൊരു രീതിയിൽ നമുക്ക് ചിന്തിക്കാം. ഞാൻ പറഞ്ഞു 3000 അർത്ഥം നമുക്ക് ഇതിനെടുക്കാം, എന്ത് വേണമെങ്കിലും എടുക്കാം. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുവാണ്, ഓക്കെ, നമുക്ക് അംബാനിയെ തന്നെ എടുത്തേക്കാം കേട്ടോ. നമുക്ക് അംബാനി വൈബുള്ള ടീംസ് ഉള്ള, അല്ലെങ്കിൽ ഒരു പവർഫുൾ ആയിട്ടുള്ള നല്ല പവറുള്ള ടീം എന്ന് വിചാരിക്കാം. ഇപ്പോൾ കുറച്ച് മുമ്പേ നമുക്ക് എന്താണ്, ഗ്യാസിൻ്റെ പ്രശ്നം വന്നു. ഈ ഗ്യാസിൻ്റെ പ്രശ്നം വന്ന സമയത്ത് ഇത് ഏറ്റവും കൂടുതൽ ബാധിച്ചിട്ടുണ്ടായിരുന്ന ആരെയാണ്? ഈ സാധാരണക്കാരായ മനുഷ്യന്മാരാണ്. കുറച്ച് അത്യാവശ്യം ക്യാഷും പവറുള്ള ആൾക്കാർക്ക് എന്തായിട്ടുണ്ടാവും? അവർ സുഖമായിട്ട് കടന്നു പോയിട്ടുണ്ടാവും, അവർക്ക് വലിയ പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവില്ല. ഇനിയിപ്പോൾ പെട്രോളിൻ്റെ വില നമ്മളിപ്പോൾ കൂട്ടുന്നുണ്ട്, ആരെ ഇത് ബാധിക്കാൻ പോകുന്നത്? സാധാരണക്കാരായ ആളുകളെയായിരിക്കും ബാധിക്കുന്നത്. കുറച്ച് പവർഫുൾ ആയിട്ടുള്ള പൈസ ഉള്ള ടീംസ് എന്താവും, അതും അവർക്കും അങ്ങ് കടന്നു പോകും. ഇനി വലിയ ഭീകരമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി എന്ന് വിചാരിക്കുക, അംബാനി വൈബുള്ള ടീംസ് ആദ്യം ഇവിടുന്ന് എന്ത് ചെയ്യും? രക്ഷപ്പെടും. ഇന്ത്യയിൽ ഇപ്പോൾ എന്തെങ്കിലും ഭീകരമായിട്ടുള്ള പ്രശ്നം ഉണ്ടായി എന്ന് വെച്ചാൽ അവരിതൊന്നും ബാധിക്കത്തില്ല. അവർക്കിപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒന്നും ബാധിക്കാറില്ല, സാധാരണക്കാരായ ജനങ്ങളെയാണ് ബാധിക്കുന്നത്. പ്രത്യേകിച്ച് ഈ പാഠഭാഗത്തിൽ പറയുന്നത് എന്താണ്? അമീറും ഗരീബും തമ്മിലുള്ള എന്താണ്? ഭേദഭാവ്, ഡിസ്ക്രിമിനേഷനാണ് നമുക്ക് കാണിച്ചു തരുന്നത്, വിവേചനമാണ് കാണിച്ചു തരുന്നത്. സാധാരണക്കാരായിരിക്കും എപ്പോഴും കുടുങ്ങാൻ പോകുന്നത്. വലിയ ടീംസ് എപ്പോഴും ആയിരിക്കും, അവർക്ക് എപ്പോഴും വെൽത്ത് ഉണ്ടാവും, എപ്പോഴും സമൃദ്ധി ഉണ്ടാവും. ഓക്കെ, ഈ ഫുഹാർ എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശം എന്താണ്? സമൃദ്ധിയാണെന്നുള്ള കാര്യം കൂടി എൻ്റെ മക്കൾ എന്ത് ചെയ്യുക? ആലോചിക്കുക. സമൃദ്ധി മീൻസ് എന്താണ്? വെൽത്ത് ആണ് ഉദ്ദേശിച്ചത്, എപ്പോഴും അവർക്ക് വെൽത്ത് ഉണ്ടാവും എന്നുള്ള കാര്യമാണ്. ഓക്കെ, സാധനം സെറ്റായില്ലേ? ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇത് മനസ്സിലാക്കേണ്ടത്. വളരെ സിമ്പിളായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ഹൈക്കു ആണ് കേട്ടോ അത്. അപ്പോൾ ഓക്കെ, നമുക്ക് എന്ത് ചെയ്യണം? ഇത് മാത്രം പഠിച്ചാൽ മതിയോ? അല്ല, നമുക്ക് 2 മാർക്കിന് ചോദിക്കാൻ പോകുന്ന നമ്മുടെ ഹൈക്കുവിൻ്റെ എന്തും പഠിക്കണം, ആ ഒരു ആശയം കൂടി പഠിക്കണം, എന്നാൽ മാത്രമേ ഇത് പൂർത്തിയാവുള്ളൂ. ഓക്കെ, ഞാൻ ഇത് കുറേ കളറാക്കി വെച്ചിട്ടുണ്ട്, മക്കൾ ശ്രദ്ധിക്കണേ. 3 ഹൈക്കു നമുക്ക് പഠിക്കാനുണ്ട്. പക്ഷെ 3 ഹൈക്കുവിനും വേറെ വേറെ ഇൻട്രൊഡക്ഷനും വേറെ വേറെ കൺക്ലൂഷൻ നമ്മൾ പഠിക്കണോ? വേണ്ട. എല്ലാത്തിനും ഒരേ ഇൻട്രൊഡക്ഷൻ പഠിക്കുക, ഒരേ കൺക്ലൂഷൻ പഠിക്കുക. എന്ത് മാത്രം മാറ്റി കൊടുക്കുക? വിഷയവും രചനാകാരനെയും മാത്രം മാറ്റി കൊടുക്കുക. അപ്പോൾ സിമ്പിളായില്ലേ? പിന്നെ നടുവത്തെ ആ ബ്ലാബ്ല പരിപാടിയില്ലേ, ആ ബ്ലാബ്ല പരിപാടി എന്താണ്? ഞാൻ ഓരോന്നായിട്ട് നമുക്ക് പറഞ്ഞു തരാം. ഇനിയിപ്പോൾ ആ ബ്ലാബ്ല പരിപാടി അറിയില്ലെങ്കിലും ജസ്റ്റ് ആ വിഷയവും കാര്യങ്ങളും നിങ്ങൾ അറിഞ്ഞു, ഒരു ഏകദേശ രീതിയിൽ നിങ്ങളുടെ ഭാഷയിൽ ഈ നടുവിൽ ബ്ലാബ്ല പരിപാടി ചെയ്തു വെച്ചാലും നിങ്ങൾക്ക് എന്ത് കിട്ടും? മാർക്ക് കിട്ടും. അപ്പോൾ എന്ത് ചെയ്യണം? ഇത് നമുക്കൊന്ന് പറഞ്ഞേക്കാം. എൻ്റെ മക്കൾ ശ്രദ്ധിക്കുക. ഈ ഏക്ക് ഹൈക്കു ഹേ, നിങ്ങളോട് ചോദിക്കുക ഈ ഹൈക്കുയുടെ ആശയമാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം പറയേണ്ട പരിപാടി ഇതാണ്, ഈ ഏക്ക് ഹൈക്കു ഹേ. ഇതൊരു ഹൈക്കു ആണ് കേട്ടോ. ഹൈക്കു ജാപ്പാനി കവിതാക്കി, ജാപ്പാനീസ് എന്ന് പറയേണ്ട ജാപ്പാനി കവിത എന്ന് പറഞ്ഞ കേട്ടോ. കവിതയിലെ ഏക്ക് പാരമ്പരിക് ശൈലി ഹേ, പരമ്പരാഗതമായിട്ടുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ശൈലിയാണ്. ഓക്കെ, ഇത് അങ്ങ് പഠിച്ചു വെച്ചാൽ എല്ലാ ഹൈക്കൂനും ഇട്ട് കൊടുക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ 1 പഠിച്ചാൽ 3 എഴുതാം എന്നുള്ള കാര്യം കേട്ടോ. ഇസ്മേ കേവൽ 3 പങ്ക്തിയാ ഹോത്തി ഹേ, ഇതിൽ കേവലം 3 പങ്ക്തികൾ, പങ്ക്തി മീൻസ് എന്താണ്? ലൈൻസ്, വരികൾ മാത്രമാണ് ഉണ്ടാവുന്നത്. അതേപോലെ തന്നെ പ്രസ്തുത ഹൈക്കു
പ്രസ്തുത് മീൻസ് എന്താണ്? തന്നിരിക്കുന്ന എന്നുള്ള അർത്ഥം കേട്ടോ. തന്നിരിക്കുന്ന ഹൈക്കു സുരംഗമാ യാദവ്, അതായത് നമ്മൾ ആരെ, നമ്മുടെ എഴുതിയ ആളെ മാറ്റി കൊടുത്തു. അപ്പം നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്ന ഹൈക്കു ആരാണോ എഴുതിയത് അതിനനുസരിച്ച് എഴുതി കൊടുക്കുക. അങ്ങനെ 3 ഹൈക്കുവിന്റെ രചനാക്കാർ മാത്രം അവിടെ മാറും. അപ്പൊ ഇവിടെ നമ്മൾ എന്താണ്? സൂഖായാബാഡ് സുരംഗമാ യാദവ് എഴുതിയത്, അങ്ങനെ പഠിക്കട്ടെ. സൂഖ സു എന്ന് പറഞ്ഞിട്ട് പഠിച്ചേട്ടോ. ഓക്കെ, സുരംഗമാ യാദവ് ആണ് ദ്വാര ലിഖ ഗയാ ഹെ, അവർ വഴിയാണ് എഴുതിയത്. ദ്വാര എന്ന് വെച്ചാൽ അവർ വഴിയാണ് എഴുതിയത് ഉള്ള അർത്ഥമാണ്. ഓക്കെ, അത് നോക്കിക്കേ. इसमें अमीर और गरीब के बीच के भेदभाव को दिखाया गया है. ഓക്കെ, യെസ്, ഒന്നും കിട്ടിയില്ലെങ്കിലും ഇത് എഴുതണം. ഇതിൽ എന്തിനെ കുറിച്ചിട്ടാണ്? മെയിൻ തീം എന്താ ചോദിച്ചാൽ നിങ്ങൾ എന്ത് എഴുതും? അമീർ റിച്ച് ആയ ആൾക്കാരുടെയും ഗരീബ് വെച്ചെന്നാണ് പുവർ ആയിട്ടുള്ള ആളുകളും തമ്മിലുള്ള എന്താണ്? ഭേദഭാവ്. ഭേദഭാവ് എന്ന് വെച്ചാൽ വിവേചനം, ഡിസ്ക്രിമിനേഷൻ, വേർതിരിവ് എന്നൊക്കെ നമുക്ക് പറയാം കേട്ടോ. ഡിസ്ക്രിമിനേഷനെ കുറിച്ചിട്ടാണ്, ഭേദഭാവിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് അത് പഠിച്ചു വെക്കാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അതങ്ങ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാം. നമ്മുടെ ബ്ലാ ബ്ലാ പരിപാടിയാണ് ദേ ഇവിടെ എഴുതിയേക്കുന്നത്. നോക്കണേ, ഇസ്മേ കഹാ ഗയാ ഹെ കി, ഇതിൽ പറഞ്ഞിരിക്കുന്ന ഇതാണ്. സൂഖയാബാഡ് വരൾച്ചയാവട്ടെ പ്രളയമാവട്ടെ, ആനേപ്പർ ഇതൊക്കെ വരുന്ന സമയത്ത് നോക്കുക, സൂഖയാബാഡ് ആനേപ്പർ ഈ വരൾച്ചയും പ്രളയമൊക്കെ വരുന്ന സമയത്ത് കേവൽ സാധാരണ ലോഗ് ഹി ഫസ്തേ ഹേ, സാധാരണക്കാര ജനങ്ങളാണ് ഫസ്തേ ഹേ. ഫസ്റ്റ് വെച്ചാൽ കുടുങ്ങുക എന്നുള്ള അർത്ഥം അല്ലേ. കുടുങ്ങുന്നത് ആരാണ്? ഈ സാധാരണക്കാരായ ജനങ്ങളായിരിക്കും എന്ന് പറയാണ്. അമീറും കോ കോയി പരേഷാനി നെഹി ഹോത്തി, അമീറും ഈ റിച്ച് ടീംസിന് ഒരു പരേഷാനിയും, പരേഷാനി മീൻസ് ടെൻഷൻ എന്നുള്ള അർത്ഥമാണ്, ഒരു ടെൻഷനും നെഹി ഹോക്കി അല്ലേ, ഒന്നും ഉണ്ടാവില്ല എന്ന് പറയുവാണ്. ഉൻകി ആങ്കൻമേ, അവരുടെ മുറ്റത്ത് ഹമേഷ ഫുഹാർ ഹോത്തി ഹേ, അവരുടെ മുറ്റത്ത് എപ്പോഴും എന്തായിരിക്കും? നേരത്തെ തുള്ളികൾ ഉണ്ടാവും. ഓക്കെ, അവർക്ക് എപ്പോഴും പോസിറ്റീവായിട്ടായിരിക്കും കാര്യങ്ങൾ ഉണ്ടാവുക. അപ്പോൾ അവരുള്ളവൻ്റെ കയ്യിൽ ഇല്ലും ഉണ്ടാവും എന്നുള്ളതാണ് അല്ലേ. നോക്കുക, യാനി കോയി സമസ്യ ആത്തേ സമയം, എന്തെങ്കിലും സമയം, യാനി എന്ന് വെച്ചാൽ അതായത്, കോയി സമസ്യ ആത്തേ സമയം, എന്തെങ്കിലും സമസ്യ പ്രശ്നങ്ങൾ ആത്തേ സമയം വരുന്ന സമയത്ത്, സാധാരണ ലോക് സങ്കടമേ പഠിച്ചാത്തേ ഹേ, സാധാരണ ലോകമായിരിക്കും സങ്കടത്തിലാവുന്നത്, അവർക്കായിരിക്കും വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത്. ലേക്കിൻ അമീർ ലോഗോं के लिए सब कुछ अच्छा ही होता है. നോക്കുക, അമീർ ലോഗോं के लिए, നല്ല അമീർ റിച്ച് ടീംസിന് എപ്പോഴും സബ് കുച്ച് എല്ലാം എന്തായിരിക്കും എന്ന് പറയുന്നത്? അച്ചാഹി ഹോത്താ ഹേ, ഗുഡ് ആയിട്ടായിരിക്കും ഉണ്ടാവുക, നല്ലതായിരിക്കും ഉണ്ടാവുക എന്ന് പറയുകയാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ ബ്ലാ ബ്ലാ പരിപാടി. ഇതിൽ ഫുള്ളായിട്ടൊന്നും എഴുതാൻ വേണ്ടി മിസ് പറയില്ല. നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം എന്ത് ചെയ്യുക? ഇത് പഠിച്ചു വെക്കുക. നല്ല നല്ല പോയിന്റ്സ് നോക്കുക, അത് പോയിന്റ് ആക്കി എഴുതി വെക്കുക, പഠിക്കുക. ഓക്കെ, പഠിക്കണം. പഠിച്ചാൽ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ തീമും കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻ വന്നാലും എഴുതാൻ വേണ്ടി പറ്റുള്ളൂ കേട്ടോ. നോക്കിക്കേ, ഇസ് ഹൈക്കൂമേ ഏക് ഗംഭീർ സമസ്യ കോ ദിഖായ ഗയാ ഹേ, എല്ലാ ഹൈക്കൂവിൻ്റെ അവസാനം ഇങ്ങനെ എഴുതി കൊടുത്താൽ മതി. ഈ ഹൈക്കൂവിലൊരു ഗംഭീർ സമസ്യ, ഗംഭീരമായിട്ടുള്ള ഒരു പ്രശ്നത്തിനെ കുറിച്ചിട്ടാണ് ദിഖായ ഗയാ ഹേ കാണിച്ചിരിക്കുന്നത്. നമ്മുടെ 3 ഹൈക്കു നമുക്കുണ്ട്. ആ 3 ഹൈക്കുവിലും പ്രശ്നങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ എന്താണ്? ഗംഭീരമായ ഒരു എന്തിനെ കുറിച്ചിട്ട്, ഒരു പ്രശ്നത്തെ കുറിച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് കൺക്ലൂഡ് ചെയ്തൂടെ. അപ്പോൾ നോക്കുക, ഹൈക്കുവിൻ്റെ എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കുക, ഇൻട്രൊഡക്ഷൻ എന്തായിരിക്കും? സെയിം ആയിരിക്കും. കൺക്ലൂഷൻ സെയിം ആയിരിക്കും. രചനാകാരനെ മാറ്റി കൊടുക്കുക. തീം ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുക. നടുവത്തെ ബ്ലാ ബ്ലാ പരിപാടി ചെറുതായിട്ടൊന്ന് പഠിച്ചു വെക്കുക. നമ്മുടെ ഹൈക്കു സെറ്റാണ്. അപ്പോൾ ഹൈക്കുവിൻ്റെ അർത്ഥം നിങ്ങൾ മറന്നു പോകരുത്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യം എന്താ പഠിച്ചിട്ടുണ്ട്? സൂഖായാബാഡ്, സാബ് ഖാങ്കൻ, സദാ ഫുഹാർ. ഇത് കാണാതെ പഠിച്ചു വെക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. വെറുതെ നടക്കുമ്പോഴൊക്കെ വെറുതെ ഇങ്ങനെ സുഖായാബാഡ്, സാബ് ഖാങ്കൻ അങ്ങനെ പാടി നടക്കടാ. ആകെ 3 വരെയുള്ളൂ. പഠിക്കാൻ ഈസിയാണ് അല്ലേ. ഓക്കെ, നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഇത് മിസ് കുറച്ച് എക്സാമ്പിൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഈ പെട്രോളിൻ്റെ കാര്യം പറഞ്ഞു, ഗ്യാസിൻ്റെ കാര്യം പറഞ്ഞു, പിന്നെ ഇപ്പോൾ കോടതിയുടെ കാര്യം പറയാം. ഇങ്ങനെ ജനറലായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഹൈക്ക് വായിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ജനറലായിട്ട് പറയാൻ പറ്റിയിട്ടുള്ള ഒരു പ്രശ്നത്തിനെ കുറിച്ച് തോന്നിയിട്ടുണ്ടാവല്ലോ. അത് നമ്മുടെ കമൻറ്റ് ബോക്സിൽ എന്ത് ചെയ്യുക? പറയാം. കുറച്ച് ഒരു പോസിറ്റീവ് കമൻറ്റ് ബോക്സ് ആയിക്കോട്ടെ നമ്മുടെ കേട്ടോ. അപ്പോൾ ഈ ഒരു ഹൈക്കു കൃത്യമായിട്ട് പഠിക്കുക. നമ്മുടെ ഈ ഒരു ആശയം ഫുള്ള് കറക്റ്റായിട്ട് പഠിക്കുക. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നന്നായിട്ട് തന്നെ ഇത് എഴുതാൻ വേണ്ടി പറ്റും എന്നുള്ള കാര്യം ആലോചിക്കുക. പിന്നെ നമ്മുടെ ബാച്ചിൻ്റെ കാര്യം നമ്മൾ പറയുവാണെങ്കിൽ, ബാച്ചിൽ നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മൾ റെയിൻ ബസേരിയമ എന്ന് പറഞ്ഞ പാഠം എത്തി. അതായത് ഹൈക്കും കഴിഞ്ഞിട്ടുള്ള 3ാമത്തെ പാഠം നമ്മുടെ ഹിന്ദിയിൽ എത്തിയിട്ടുണ്ട്. റെയിൻ ബസേരിയമ എന്ന് പറഞ്ഞ പാഠം നമ്മൾ വളരെ ഫാസ്റ്റായിട്ടാണ് പോകുന്നത്. ഫാസ്റ്റായിട്ടെന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് സമയം എടുത്ത് പഠിപ്പിക്കുന്നു, ബട്ട് നമ്മൾ എന്താണ്? വളരെ മുന്നിലാണ് പോകുന്നത്. അപ്പോഴത്തേക്ക് നമുക്ക് എന്ത് ചെയ്യും? സ്കൂളൊക്കെ തുറക്കുമ്പോഴത്തേക്ക് നിങ്ങൾ
പ്രോ, ഹിന്ദിയിൽ പ്രോ ആയിട്ട് മാറിയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അതേപോലെ തന്നെ കുറേ പ്രോ ബാച്ചുകളൊക്കെ നമുക്കും ഉണ്ട് എന്നുള്ളത് ആലോചിക്കുക. നിങ്ങൾ എന്താണ്, നമ്മൾ ഇവിടെ ബേസ് പ്ലാൻ, ഇൻഫിനിറ്റി പ്രോ എന്നൊക്കെ പറഞ്ഞ് 3 കാര്യങ്ങൾ ഒരുപാട് ആൾക്കാർ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പക്ഷെ എൻ്റെ മക്കൾ ആലോചിക്കുക, നിങ്ങൾ ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് ഇൻഫിനിറ്റി പ്രോ എടുക്കുന്നതാണ്. നമ്മൾ 1 കൊല്ലത്തെ കണക്കാണ് ഇത് പറയുന്നത്. 1 കൊല്ലം ഒരു ട്യൂഷന് വേണ്ടിയിട്ടുള്ള ഒരു പൈസയാണ് ഇത് പറയുന്നത് എന്നുള്ള കാര്യം ആലോചിക്കുക. വളരെ കുറഞ്ഞ തുകയാണ്. നിങ്ങൾക്കറിയാം, നിങ്ങൾ ഓഫ്ലൈൻ ട്യൂഷനിൽ പോകുന്ന ആൾക്കാരായിരിക്കും ചില ആൾക്കാർ. ഓഫ്ലൈൻ ട്യൂഷനിൽ വെറുതെ എങ്കിലും പൈസ ചോദിച്ച് നോക്കിയിട്ടുണ്ടാവും. അപ്പോൾ ഇത്ര പൈസയ്ക്ക് വളരെ ക്വാളിറ്റി എഡ്യൂക്കേഷൻ കിട്ടുക. അത് മാത്രമല്ല, നിങ്ങൾക്ക് റെക്കോർഡഡ് ക്ലാസ് ആയിട്ട് ഇത് മാറും എന്നുള്ളതാണ് ഏറ്റവും വലിയത്. അതായത് ഇപ്പം നിങ്ങൾ പഠിക്കുന്ന സാധനം ഉണ്ടല്ലോ, നിങ്ങൾക്ക് എന്ത് കിട്ടും, ആ ഒരു ലാസ്റ്റ് പബ്ലിക് എക്സാം വരെ നിങ്ങളുടെ കയ്യിലുണ്ടാവും. എന്തെങ്കിലും ഡൗട്ട് തോന്നുമ്പോൾ എടുത്ത് നോക്കുക. ഇനിയിപ്പോൾ രാത്രി 12 മണിക്ക് പഠിക്കാൻ തോന്നിയെന്ന് വിചാരിക്കുക, പഠിക്കാടാ, നിങ്ങൾക്ക് 2 മണിക്ക് പഠിക്കണമെങ്കിൽ പഠിക്കാം. സിമ്പിളായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നോക്കുക, നിങ്ങൾക്ക് ഈ ഒരു ഇൻഫിനിറ്റി പ്രോ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫാൽക്കൺ ബാച്ചും കാര്യങ്ങളൊക്കെ എന്താണ് ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെ എൻ ഗെയിമും കാര്യങ്ങളൊക്കെ നമുക്ക് എന്താണ് ലാസ്റ്റിലോട്ട് റിവിഷൻ ബാച്ചാണ് നമ്മുടെ എൻ ഗെയിം എന്ന് പറയുന്നത്. അതൊക്കെ ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇതുവരെ ജോയിൻ ചെയ്ത് നമ്മൾ ഓൾമോസ്റ്റ് ഫുള്ളായി നമ്മുടെ 2ാമത്തെ ബാച്ച് നമ്മൾ തുടങ്ങി. അപ്പോൾ ഇനിയും ചേരാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ അസ്ത്ര ബാച്ചിലോട്ട് വേഗം വരിക. നമുക്ക് അസ്ത്ര ബാച്ചിൽ വെച്ച് കാണാമെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ വേണ്ടി മക്കൾ മറന്നു പോകണ്ട. ബൈ ബൈ. ഇതേപോലുള്ള ഒരുപാട് കാര്യങ്ങളായിട്ട് ഇനിയും വരുന്നതായിരിക്കും. ബൈ ബൈ.